മോർണിംഗ് ട്രേഡേഴ്സ്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു അപ്ഡേറ്റ് ഇടാനായിട്ടാണ് വന്നേക്കണം. ഇതിന് അത്യാവശ്യം മേജർ ന്യൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇന്ന് മേജർ ന്യൂസുകളുണ്ട്. സോ എല്ലാവരും മാക്സിമം ന്യൂസ് ടൈമിൽ ട്രേഡ് എടുക്കുന്നത് നല്ലതാണോ എന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് മെയിൻലി. അതായത് ഇപ്പോൾ ന്യൂസ് ടൈമിൽ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ട് ആയിരിക്കണം. അതായത് സ്വന്തമായിട്ട് ക്യാപിറ്റൽ ഇട്ടിട്ടുള്ള അക്കൗണ്ട് ആയിരിക്കണം. ഒരു ഫണ്ടഡ് അക്കൗണ്ടിനെ സംബന്ധിച്ച് ഒരിക്കലും ന്യൂസ് ടൈം ട്രേഡ് എടുക്കാൻ പാടില്ല. ബേസിക്കലി ന്യൂസ് ടൈം ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദ ന്യൂസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ട്രേഡ് എടുക്കാൻ നോ പ്രോബ്ലം. നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിലാണെങ്കിൽ പോലും നമ്മളൊരു ക്യാപിറ്റൽ ഇട്ടിട്ട് ആ ഒരു അക്കൗണ്ട് ഒരിക്കലും ന്യൂസ് ടൈമിൽ ട്രേഡ് എടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിച്ചാൽ അത്രയും നല്ലതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഇമ്പാക്റ്റ് ആയിരിക്കും ന്യൂസ് ഇറങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഫോറക്സ് ഫാക്ടറിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് 30 ജൂലൈ ഇന്നിപ്പോൾ സ്റ്റാർട്ടിങ് ഒരു ന്യൂസ് നടക്കുന്നുണ്ട്. 2 മണി മുതൽ വെളുപ്പിന് 2 മണി മുതൽ 7 മണി വരെയുള്ള ന്യൂസ് കഴിഞ്ഞു. ഇനി യൂറോ USDയിൽ 11 മണി മുതൽ ഉച്ചക്ക് 1:30 വരെ നല്ല രീതിയിൽ ഇമ്പാക്റ്റിംഗ് ന്യൂസ് ഉണ്ട്. അതായത് ഇപ്പോൾ 11 മണിക്കത്തെ ന്യൂസും കാര്യങ്ങളും കുഴപ്പമില്ലെന്ന് കാണിച്ചിട്ടുണ്ട്. 12:30 ന്യൂസിൽ ഒരു ഇത് കിടപ്പുണ്ട്, കണ്ട ഒരു ഓറഞ്ച് കളറിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് അവർ. ആ കളറുള്ള ടൈമൊക്കെ ഭയങ്കര രീതിയിൽ എഫക്റ്റ് ചെയ്യും. മീഡിയം ബാക്ക് ന്യൂസുകൾ തന്നെ പറയും. അതേപോലെ തന്നെ ഒന്നരക്ക് ഉണ്ട് യൂറോയിൽ നല്ല രീതിയിൽ തന്നെ റെഡ് കളറിലൊരു ന്യൂസ്. സോ അതെടുക്കരുത്. ഇന്ന് മാക്സിമം നമ്മുടെ ന്യൂസ് കലണ്ടർ നോക്കണമെങ്കിൽ ഫുള്ളി റെഡിഷ് ആയിട്ടാണ് കണ്ടേക്കുന്നത്. മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എല്ലാ ട്രേഡുകളും. നമ്മൾ ഇന്നത്തെ എല്ലാ ട്രേഡുകളിലും അവോയ്ഡ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യണത് തന്നെ. സോ ഇന്ന് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇനി നോക്കിക്കഴിഞ്ഞാൽ 5:45 മുതൽ രാത്രി 11:30 വരെ അതായത് USDയിൽ ഡോളറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള ന്യൂസുകളാണ്. കാരണം ഫുൾ ഇമ്പാക്റ്റ് ന്യൂസുകളാണ്. ഇപ്പം നിങ്ങൾ ഓൺ ക്യാപിറ്റൽ വെച്ച് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇന്ന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. പല രീതിയിൽ മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പം പല രീതിയിൽ പല റേഞ്ചിൽ എത്തുമ്പോഴത്തേക്ക് മാർക്കറ്റ് അപ്പ് ആവാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആവില്ല. മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആയി തന്നെ കിടക്കണേണ്. അതിന് ഭയങ്കര ആയിട്ട് ഇമ്പാക്റ്റ് പറ്റും. ഇന്നിപ്പോൾ 5:45 മുതൽ 11 മണി 17 ന്യൂസാണ് തീരുമാനിക്കുക ഇനി മാർക്കറ്റ് ഏത് റേഞ്ചിലേക്ക് പോകുമെന്നുള്ളത്. അപ്പം അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ചാർട്ട് എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഇതിപ്പോൾ ഗോൾഡിൻ്റെ ഒരു 15 മിനിറ്റ് ചാർട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തേക്കുന്നത്. ഞാൻ 4 ഹവറിലാണ്. ഇപ്പം നിങ്ങൾക്ക് അനലൈസും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഒരു 4 ഹവർ ചാർട്ടിൽ ഇട്ടിട്ട് വേണം അനലൈസ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പം നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ് 4 ഹവർ ചാർട്ട് എടുത്തിട്ട് ആ 4 ഹവർ ചാർട്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നെറ്റ് കുറച്ച് ഷോ ഉണ്ടെന്ന് എന്താണെന്ന് അറിയാൻ പാടില്ല. നല്ല രീതിയിൽ ഷോ ഉണ്ട്. ഇതൊരു 4 ഹവർ ചാർട്ടിൽ വന്നിരിക്കുന്ന ക്യാൻഡിലാണ്. അതായത് ഇന്നലെ നൈറ്റ് വരെയും സെൽ ഓഫ് മാർക്കറ്റാണ് കിടക്കുന്നത്. പക്ഷെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കി. മോർണിംഗ് മുതൽ വെളുപ്പിനെ മുതൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ വരെ 3333 റേഞ്ചും 3326 റേഞ്ചും ഇത് താഴേക്ക് മാത്രമാണ് വിട്ടേക്കുന്നത്. ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് നമുക്ക് കളിച്ചു കൊടുക്കുന്നത്. അപ്പം മോസ്റ്റ്ലി ഇന്ന് ന്യൂസ് ടൈമിലായിരിക്കും ചിലപ്പോൾ അത് റിവേഴ്സൽ ആവാനും അതല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴത്തേക്ക് പോകാനും പറ്റുക. ഇപ്പം ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ഞാൻ തരാം. എപ്പോഴത്തേക്ക് ആയിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. 3000 ഇവിടെ നമ്മളിപ്പോൾ ട്രേഡ് ലൈൻ എടുത്തിട്ട് വരക്കണമെന്നുണ്ടെങ്കിൽ 3180 അത് ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് തള്ളിവിടും.
3180 ടു 3123 വരെയുള്ള റേഞ്ചിലേക്ക് അത് നമ്മളെ തള്ളിവിടും ചിലപ്പോൾ. ചാൻസസ് ആണ്, നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല. കാരണം ചാൻസസ് ആണത്. നമ്മൾ അത്രയും രീതിയിൽ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മേ ബി സസ്റ്റെയിൻ ചെയ്യില്ല. കാരണം ഇത്രയും നേരം സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല മാർക്കറ്റിന്. കുറെ തവണ മാർക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ട്രേഡ് ഇന്ന് നോക്കണം എന്ന് നിർബന്ധമുള്ളവര് ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ആഫ്റ്റർ ന്യൂസ് കഴിഞ്ഞിട്ട്, ന്യൂസ് ടൈമിൽ നിങ്ങൾ എടുക്കണ്ട, ആഫ്റ്റർ ന്യൂസ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഞങ്ങളുടെ ലൈൻ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. 3345 എന്ന റേഞ്ച് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ കാണിച്ചിരിക്കുന്ന 3345 റേഞ്ച് മനസ്സിലായല്ലേ? ഈ ഒരു റേഞ്ച് 3345 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് മനസ്സിലായില്ല എന്ന് ഓർത്തിട്ടാണ് ഈ വരത്തുക. ഈ ഒരു റേഞ്ച് 3345 തൊട്ട് 3350 വരെ. എന്നുള്ള ഈ ഒരു റേഞ്ച് നമ്മളിവിടെ വരച്ച ലെവല് ജസ്റ്റ് ഈ ഒരു ലെവല് മേലിൽ നമ്മൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കണം. നമ്മൾ ഏകദേശം ഈ ഒരു റേഞ്ച് നമ്മളിപ്പോ ഈ വർഷം 3345 മുതൽ 3350 വരെയുള്ള റേഞ്ച് ശ്രദ്ധിക്കുക. ഈ 3350 മുകളിലായി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അത് തിരിച്ച് റീടെസ്റ്റ് ചെയ്യുന്നില്ല. ഈ 3345 റീടെസ്റ്റ് ചെയ്ത് വരുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാം. ആ ബൈ ഓപ്പർച്യൂണിറ്റിയുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ടാർഗറ്റ് റേഞ്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3380 വരെ വരും. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഫോർവേഡ് ടൈം ഫ്രെയിം ആണ്, ലോങ് ടൈം ഫ്രെയിം എൻട്രീസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ 3380 ഫസ്റ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പാർഷ്യൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അതിനുശേഷം കിട്ടുക എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് 3400 ആയിരിക്കും. ഈ ഒരു റേഞ്ച് ടാർഗറ്റ് നമുക്ക് കിട്ടും. അതായത് ഇതിനെ പറയുമ്പോൾ ഇതെന്തൊരു TP1 ബോൾഡാക്കാം, പ്രൈസ് കൂട്ടിത്തരാം. TP1ഉം അതേപോലെ തന്നെ TP2 ബോൾഡാക്കാം, സൈസ് കൂട്ടിത്തരാം. TP2 നമ്മൾ നോക്കി, അതായത് നമ്മൾ റേഞ്ച് നോക്കി. മാർക്കറ്റ് ഇപ്പൊ ഒരു കൺസിസ്റ്റൻസി ലെവൽ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അഥവാ ഇപ്പൊ നിൽക്കുന്ന റേഞ്ചിന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ നെറ്റ് ഡ്രോപ്പ് ഒന്നും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അതായത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ ലെവലിൽ കിടന്ന്
മാർക്കറ്റ് എങ്ങാണ്ട് പോകണമെന്നുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്കറ്റ് നോക്കി കൊടുക്കുന്നു. ഇനി ഈ റേഞ്ചിൽ, അതായത് നിങ്ങൾ നോക്കേണ്ടത് എത്ര ഉള്ളൂ, 3345 മേലുള്ളൂ, അതല്ലെങ്കിൽ 3350, ഈ ഒരു റേഞ്ചിൽ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആവുക, അതായത് അതായത് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക, 3350 മേലൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക, ആ ക്യാൻഡിൽ വരെ തിരിച്ച് റീടെസ്റ്റ് നോക്കുക. അതായത് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ക്യാൻഡിൽ റീടെസ്റ്റിന് വേണ്ടി നോക്കുക. 3345 ഈ ലെവലിൽ റീടെസ്റ്റ് ചെയ്യാൻ നോക്കുക. ആ റീടെസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് കയറരുത്. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ, അതല്ല ഇതിനടുത്ത് വരെ വന്നു റീടെസ്റ്റ് ചെയ്ത് മേലേക്ക് തന്നെയാണ് പോയിട്ട് ഈ മേലേക്ക് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ബൈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാവുന്നതാണ്. ടാർഗറ്റ് നമുക്ക് 3380 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും 3400 സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇത്രയും നാൾ വന്നു പോയിട്ട് ഇത് മാക്സിമം പോയിക്കേണ്ടത് 3340 ബ്രേക്ക് ചെയ്താൽ തന്നെ 3430 445 ബ്രേക്ക് വരുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധനം കുറേ നാളുകളായി ഏരിയകളാണ്. അവിടെ റേഞ്ചിൽ നിന്ന് അവിടെ നിന്ന് പിന്നെ സെല്ലോഫ് വന്നതിന് ശേഷം ലിക്വിഡിറ്റി മേലേക്ക് പോകുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് ട്രേഡ് എടുക്കരുത്, ഇന്ന് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ആ ട്രേഡുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ട ഏരിയകൾ ഇതാണ്. 3345 മേഖലയിൽ ഇവിടെ ഒരു ക്യാൻഡിൽ അപ് ട്രെൻഡായി വന്ന്, അതായത് ഇവിടെ ഒരു ക്യാൻഡിൽ ഇവിടെ വന്ന് ഇവിടെ ക്ലോസ് ചെയ്യുമോ അല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യുമോ എന്ന് വാച്ച് ചെയ്യുക. ഇവിടെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിൽ ഇങ്ങോട്ട് വരുന്നുണ്ടോ, അതായത് റീട്രേസ് ചെയ്യുന്നുണ്ടോ, ഇല്ല ഇതിന് മുകളിലേക്കാണ് ബ്രേക്ക് ഔട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ട്രെൻഡ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ടാർഗറ്റ് ആയിട്ടുള്ള 3380 എന്ന് പറയുന്ന TP കൺഫേം ആയിട്ട് കിട്ടും. ഈ TP കൺഫേം കിട്ടുന്നതിൽ നിങ്ങൾക്ക് പാർഷ്യലി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർഷ്യൽ ബുക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പല രീതിയിൽ നമുക്ക് പെരുമാറുന്നുണ്ട്. കാരണം മാർക്കറ്റ് ഒന്നും ഒരിക്കലും നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് പല രീതിയിൽ വരാം. അപ്പൊ സൂക്ഷിക്കുക, ഞാൻ പൊതുവെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ഫ്ലോ, ഈ കിടക്കുന്ന ഓർഡർ ഫ്ലോ ആണ് നോക്കുന്നത്. ഈ ഓർഡർ ഫ്ലോ വെച്ചിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നത്. ഞാൻ ഫോൺ ചെയ്തുകൊണ്ടാണ് ഡാറ്റ മാത്രം കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ഡാറ്റ പറയാനുള്ളതാണ്. ഈ റേഞ്ചുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 3345 3350 ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേളിൽ ക്ലോസ് ചെയ്ത് പുതിയൊരു ക്യാൻഡിൽ ഓപ്പൺ ആയി അത് റീടെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കൺഫേം ആണെന്നുണ്ടെങ്കിൽ, റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് കൺഫേം മാത്രമേ മാർക്കറ്റ് ബൈ എൻട്രി പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീഴും, മാർക്കറ്റ് നല്ല രീതിയിൽ വീഴും. ആ വീഴ്ച എവിടത്തോളം വീഴിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്യാവശ്യം റേഞ്ചുകൾ അത്യാവശ്യം നല്ല രീതിയിൽ വീഴാനുള്ള ചാൻസുകളുണ്ട്. അതായത് 15 മെയ് 2025 ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയാണ് 3123 എന്ന് പറയുന്ന റേഞ്ച്. അത് നമുക്ക് അതൊരു നല്ലൊരു റേഞ്ചാണ്. നമുക്ക് അത്യാവശ്യം നമുക്കൊരു റിസ്ക് ഇല്ലാത്ത ട്രേഡ് എടുക്കാൻ പറ്റിയ റേഞ്ചാണ് ഈ പറയുന്ന റേഞ്ച്. അതെങ്ങനെയാണ് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നോക്കുക, ആ രീതിയിലൊന്ന് പ്ലാൻ ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോ നല്ലൊരു ദിവസം അവിടെ നിന്ന് വിചാരിക്കുന്നു. ട്രേഡ് ചെയ്യുന്നത് മാക്സിമം ടൈമുകൾ നോക്കുക. ഇവിടെ ഇന്ത്യൻ സമയമുണ്ട്. യുഎസ്ഡിയിലുള്ള മെയിൻ ന്യൂസ് 5:45-നാണ്.
ടൈമിൽ ന്യൂസ് എടുക്കരുതും. അത് കൺഫേം ചെയ്യുക, അതേ ചെയ്യാൻ പാടുള്ളൂ. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, റെഡുകളാണ് ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ശ്രദ്ധിക്കുക. കൂടുതൽ നമ്മൾ ചെയ്യും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ അതേപോലെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ അക്കൗണ്ട് എൻക്വയറീസും കാര്യങ്ങളും ചെയ്യുന്നവർ നമ്മുടെ മെയിലിലേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും വെച്ചുകൊണ്ട് അക്കൗണ്ട് എൻക്വയറീസ് ചെയ്യുക. പണ്ടത്തെ അക്കൗണ്ട് എൻക്വയറി ചെയ്യുന്നവർ ചെയ്യുക. അപ്പം നമ്മൾ സ്ലോ ആയിട്ട് നമുക്ക് അക്കൗണ്ട് പാസ്സാക്കി തരാൻ പറ്റുള്ളൂ. കാരണം ചടി കയറി പാസ്സാക്കി തരില്ല. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മെയിൻ റീസൺ ഉണ്ട്. അക്കൗണ്ട് നമ്മൾ സേഫായിട്ട് സെക്യൂർഡായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് കിട്ടത്തുള്ളൂ. ഗ്രോത്ത് കിട്ടുന്നതിൻ്റെ ഒപ്പം നമുക്ക് കൺസിസ്റ്റൻസി, അതായത് നമ്മൾ റിസ്ക് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ട്രേഡ് എടുക്കുന്നതെന്ന് പ്രോപ്പ് ഫേമുകൾക്ക് മനസ്സിലായാലേ അവർ പേ ഔട്ടുകളും തരുള്ളൂ. നമ്മൾ ആ റിസ്ക്കും കാര്യങ്ങളും മാർക്കറ്റിലെ ഡിസിപ്ലിനും കാണിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുന്നത്. അപ്പം അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ മന്ത് എൻ്റെ കൂടി തന്നെ നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും പാസ് ചെയ്തിട്ടാണ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കണ്ടക്ട് അക്കൗണ്ട് എൻക്വയറി കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ സർവീസസ് ആവശ്യമുള്ളവർക്ക്